നമസ്കാരം. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് SPC യൂണിറ്റുകൾക്കുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ സഹായിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. SPC പരിശീലനത്തിന് മാത്രമായി ഓരോ സ്കൂളിനും കോർപ്പറേഷനുകൾ 75,000 രൂപ വീതവും നഗരസഭ അടക്കമുള്ള മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷികമായി 50,000 രൂപ വീതവും നൽകാനാണ് നിർദ്ദേശം. ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്ന് വേണം ഓരോ സ്കൂളിനും 50,000 രൂപ വീതം നൽകേണ്ടത്. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തനത് ഫണ്ടോ വികസന ഫണ്ടോ ഉപയോഗിക്കാം. കഴിഞ്ഞ വർഷം SPCക്കായി ചെലവിട്ട തുകയുടെ ബില്ലുകൾ മാറിയിട്ടില്ലെന്നും യൂണിഫോം, പരേഡ്, റിഫ്രഷ്മെൻറ്റ്, ക്യാമ്പ് എന്നിവയ്ക്കുള്ള ഫണ്ടുകൾ അനുവദിക്കാൻ വൈകി എന്നും പരാതി ഉയർന്നിരുന്നു. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അധ്യാപകർ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് കുട്ടികൾക്ക് ഭക്ഷണത്തിന് ഉൾപ്പെടെയുള്ള ചെലവുകൾ ഇപ്പോൾ കണ്ടെത്തുന്നത്. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ എന്നിവർക്ക് ലഭിച്ചിരുന്ന 750 രൂപയുടെ പ്രതിമാസ ഓണറേറിയവും മുടങ്ങിയിട്ടുണ്ട്. കേഡറ്റുകളുടെ ക്യാമ്പ് ഭക്ഷണത്തിനായി സർക്കാർ സ്കൂളുകൾക്ക് 60,000 രൂപയും എയ്ഡഡ് സ്കൂളുകൾക്ക് 30,000 രൂപയും നൽകിയിരുന്നതും മുടങ്ങിയ നിലയിലാണ്. പദ്ധതിയുടെ ഭാഗമായ കുട്ടികൾക്ക് ഒരു വർഷം ശരാശരി 80 ദിവസം പരിശീലനം നൽകുന്നുണ്ട്. ശനിയാഴ്ചകളിൽ പ്രാതലും ബുധനാഴ്ചകളിൽ വൈകിട്ട് ചായയും പലഹാരവും നൽകണം എന്നും നിർദ്ദേശമുണ്ട്. ഇത്തരത്തിൽ സ്കൂൾ കുട്ടികളെ സാമൂഹ്യ സേവന രംഗത്തേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സംവിധാനങ്ങൾ. ഇവർക്കുള്ള കൃത്യമായ സഹായം പഞ്ചായത്തുകളോ ജില്ലാ പഞ്ചായത്തുകളോ കോർപ്പറേഷനുകളോ ഒന്നും നൽകുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. സർക്കാരിന് നേരിട്ട് ഇവർക്ക് ഫണ്ട് നൽകാൻ കഴിയില്ല. ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് അതത് പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുമാർക്ക് ഇപ്പോൾ സഹായങ്ങളും മറ്റു കാര്യങ്ങളും നൽകുന്നത്. അവർക്ക് ചിലവിനായുള്ള പണം ഇപ്പോൾ അധ്യാപകർ തന്നെ, ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകർ തന്നെ കണ്ടെത്തി നൽകുകയാണ് ചെയ്യുന്നത്. കൃത്യമായ ഏകോപനം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും 75,000 രൂപ തീർച്ചയായിട്ടും കോർപ്പറേഷനും 50,000 രൂപ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്നും പ്രദേശങ്ങളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സംവിധാനങ്ങൾക്ക് നൽകണം. അവരുടെ ഭക്ഷണവും അവരുടെ ട്രെയിനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും മുടങ്ങരുത്. മാത്രമല്ല അവർക്ക് പരിശീലനം നൽകുന്ന ഡ്രിൽ ഇൻസ്ട്രക്ടർമാർക്കും പ്രത്യേക ചുമതലയുള്ള അധ്യാപകർക്കും അവർക്കുള്ള ഓണറേറിയവും മുടങ്ങരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ടും നേരത്തെ തന്നെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നത് പ്രധാന അധ്യാപകരുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്താണ് എന്നുള്ള ഒരു ആക്ഷേപമുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുട്ടികളുടെ ഭക്ഷണം മുടങ്ങുന്ന അവസ്ഥയും പല സ്കൂളുകളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുമാർക്ക് കൃത്യമായി അവർക്കുള്ള എല്ലാവിധ സഹായവും സാമ്പത്തിക സഹായവും ചെയ്തു കൊടുക്കണം എന്ന നിർദ്ദേശം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തനത് ഫണ്ട് കണ്ടെത്തുകയോ അതിനായി പ്രത്യേക ഫണ്ടോ വികസന ഫണ്ടോ കണ്ടെത്തി പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളുമൊക്കെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സംവിധാനത്തെ സഹായിക്കണം എന്ന ശക്തമായ നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്.